സ്റ്റാർട്ട് ചെയ്യാം അല്ലെ. ഇന്ന് നിങ്ങൾക്ക് പുതിയൊരു ടോപ്പിക്കുമായിട്ട് നിങ്ങളുമായിട്ട് സംവദിക്കാൻ വന്നിരിക്കുന്നത് ഷബാന മാം ആണ്. മാമിന്റെ നല്ലൊരു സെഷന് ഇന്ന് നിങ്ങൾക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട്. എല്ലാവരും കൂടുതൽ ആളുകളിലേക്ക് ഇത് ഷെയർ ചെയ്യാം കേട്ടോ. ഈ ലിങ്ക് ഷെയർ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് എന്നും ഡെയിലി ലൈഫിൽ ഉപകാരപ്പെടുന്ന ഓരോ ടോപ്പിക്കുകളാണ് ടേൺ ഓഫ് ഫ്ലോയിൽ നമ്മൾ വീക്കിലി ഫ്രീ വെബിനാർ ആയിട്ട് ടോക്കായിട്ട് അവതരിപ്പിക്കുന്നതിന്. സോ നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും നിങ്ങൾ ഡിസ്കഷൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യണം. അപ്പം ഇന്ന് നല്ലൊരു സെഷന് വേണ്ടി ഷബാന മാമിനെ വെൽക്കം ചെയ്യാണ്. പ്ലീസ് വെൽക്കം ഷബാന മാം. താങ്ക് യു ഷബന മാം. എല്ലാരും ഓക്കെ ആണോ? കേൾക്കുന്നുണ്ടോ? ചാറ്റ് ബോക്സ് ഉപയോഗിക്കാം കേട്ടോ. ഓക്കെ, ഇപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ നമ്മള് ഇന്ന് പറയാൻ പോകുന്നത് സെൽഫ് വർത്തിനെസ് അല്ലെ. സെൽഫ് വർത്തിനെസ് എന്താ നിങ്ങൾക്കൊക്കെ അറിയോ? ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾ ആൻസർ ചെയ്യണം. ചാറ്റ് ബോക്സ് ഉപയോഗിച്ചിട്ട് ചെയ്യാട്ടോ. എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്നുള്ള ആ ഒരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ എപ്പോഴെങ്കിലും? നിങ്ങൾക്ക് ചാറ്റ് ബോക്സ് ഉപയോഗിക്കാം കേട്ടോ. എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല, ഞാൻ മോശമാണ്, ഞാൻ അവരെ പോലെയൊന്നും അല്ല, എനിക്കൊരു കഴിവുമില്ല, ആ രീതിയിലൊക്കെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അപ്പോ ചിലപ്പോൾ ഉണ്ട്, അതുപോലെ ആദ്യമൊക്കെ തോന്നാറുണ്ടായിരുന്നു, അങ്ങനെയൊക്കെ നമ്മൾ പറയുന്നുണ്ട് അല്ലെ. ഒരുപാട് പേര് അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് പലപ്പോഴും അങ്ങനെ തോന്നി പോകാറുണ്ട്. അത് ചില സന്ദർഭത്തിൽ ഓക്കെയാണ്. പക്ഷെ അതൊരു കൂടിയ അവസ്ഥയിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ നമ്മൾ ബേർത്തിയല്ല, നമ്മൾ ഒന്നിനും പറ്റാത്ത ആളുകളാണ് എന്നുള്ളത് തോന്നുക എന്ന് പറഞ്ഞാല്, നമുക്ക് പറയുമ്പോ ഒരാള് പറയുമ്പോ അല്ലെ നമ്മളത് കേൾക്കുമ്പോ നമുക്ക് നിസ്സാരായിട്ട് തോന്നുമെങ്കിലും അത് അത്ര നിസ്സാരക്കാരനല്ല. നമ്മുടെ നമ്മൾ എത്രത്തോളം മൂല്യമുള്ള ആളുകളാണ് എന്നുള്ളത് സ്വയം തിരിച്ചറിയാതിരിക്കുക എന്ന് പറഞ്ഞാല് അത് ഒരു നിസ്സാര പ്രശ്നമല്ല. അത് ശരിക്കും നമ്മളെ തന്നെ നമ്മൾ മൂല്യവത്തായിട്ട് കാണുന്ന അവസരത്തിൽ മാത്രമാണ് നമുക്ക് മുന്നോട്ട് ഒരുപാട് സൂയിസൈഡ് കേസുകള്, അതുപോലെ ഒരുപാട് പ്രശ്നങ്ങള്, റിലേഷൻഷിപ്പിൽ പോലും പ്രശ്നം ഉണ്ടാകുന്നത് നമ്മൾ ബേർത്തി അല്ല എന്ന് തോന്നുന്നിടത്തുനിന്നാണ്. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും അവിടെ നിന്നാണ് തുടങ്ങുന്നത് എന്നുള്ളതാണ്. അപ്പോ നമ്മൾ എപ്പോഴും നമ്മൾ വൃത്തിയാണ് എന്നുള്ള ആ ഒരു ഫീലിലേക്ക് എത്തുക എന്നുള്ളത് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളത് നമുക്ക് ഈ ക്ലാസ് കഴിയുമ്പോഴേക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോ US ഒരു പഠനം, ഒരു എക്സ്പെരിമെന്റ് നടന്നു. അതില് ഒരു ഫോറൻസിക് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള രൂപരേഖ ഒക്കെ വരയ്ക്കുന്ന ജാമോറ എന്ന് പറയുന്ന ഒരാളെ വെച്ചിട്ടായിരുന്നു ഈ ഒരു എക്സ്പെരിമെന്റ് നടത്തിയത്. ഇതില് ഒരുപാട് സ്ത്രീകളെ വരുത്തിയിട്ടായിരുന്നു എക്സ്പെരിമെന്റ് നടത്തിയത്. അവരെ ഒരു റൂമില്, ഈ ജമോറ എന്ന് പറയുന്ന വ്യക്തി ഇവരെ ആദ്യം കണ്ടിട്ടില്ല, ഒരു റൂമിൽ നിർത്തിയിട്ട് ഇപ്പുറത്ത് ഇരുന്നിട്ടാണ് ഇയാള് വരയ്ക്കുന്നത്. സെൽഫായിട്ട് നിങ്ങൾ നിങ്ങളെ കുറിച്ച് എങ്ങനെയാണ് വിചാരിക്കുന്നത്, നിങ്ങളുടെ ഒരു പിക്ചർ നിങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക, ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. അതിന്റെ അടിസ്ഥാനത്തിൽ ജമോറ നിങ്ങളുടെ ചിത്രം വരച്ചു തരും എന്നുള്ള ആ ഒരു എക്സ്പെരിമെന്റ് ആയിരുന്നു നടന്നത്. ജമോറനോട് പറഞ്ഞിട്ട് ഇവരിങ്ങനെ പറയാണ്, ഇവരുടെ കാര്യങ്ങളൊക്കെ പറയാണ്, ഇവരുടെ കണ്ണിങ്ങനെയാണ്, ഇവരുടെ മൂക്കിങ്ങനെയാണ്, ഇവരുടെ അപ്പിയറൻസ് മൊത്തത്തിൽ അവരിങ്ങനെ വിശദീകരിക്കുകയാണ്. എന്നിട്ട് അയാള് ഒരു ചിത്രം വരച്ചു. ഇതിനുശേഷം അവരുടെ ലവ്ഡ് വൺസ് ആയിട്ടുള്ള ഫാമിലി മെമ്പേഴ്സോ ഫ്രണ്ട്സോ ആരെങ്കിലും ഒന്ന്, ഏറ്റവും അവരെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആളുകളെ കൊണ്ടുവന്നിട്ട് അവരും ഡിസ്ക്രൈബ് ചെയ്യും. അവരും അവരുടെ ആ ഡിസ്ക്രിപ്ഷനിലും ഇയാൾ ഒരു ചിത്രം വരയ്ക്കും. അങ്ങനെ ഒരുപാട് പേരിൽ നടത്തിയിട്ടുള്ള ആ ഒരു ടെസ്റ്റിന്റെ റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ 4% ആളുകൾ മാത്രമാണ് അവരുടെ ബ്യൂട്ടി കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ളത്. ബാക്കി എല്ലാവരും അവരുടെ ഇഷ്ടപ്പെട്ട ആളുകൾ പറഞ്ഞിട്ട് വരച്ച പിക്ചറും അവർ സ്വന്തം പറഞ്ഞു കൊടുത്തിട്ട് വരച്ച പിക്ചറും വളരെ വ്യത്യസ്തമായിരുന്നു. മാത്രവുമല്ല, ലവ്ഡ് വൺസ് പറഞ്ഞിട്ട് ഉള്ള ഇഷ്ടപ്പെട്ട ആളുകൾ പറഞ്ഞിട്ട് വരച്ച ചിത്രങ്ങൾ അവരുമായിട്ട് ഒരുപാട് സാമ്യം ഉണ്ടായിരുന്നു. എന്നാല് അവര് പറഞ്ഞ ചിത്രം വളരെ വേസ്റ്റ് ആയിരുന്നു എന്നുള്ളതാണ്. ഇപ്പൊ സ്വന്തം ഒരു അപ്പിയറൻസിനെ കുറിച്ചാണെങ്കിലും സ്വന്തം കാര്യങ്ങളെ കുറിച്ചാണെങ്കിലും നമുക്ക് യഥാർത്ഥത്തിൽ നമ്മുടെ ആ മൂല്യം മനസ്സിലാക്കിയിട്ടില്ല എന്നാണല്ലോ മനസ്സിലാകുന്നത്. 4% ആളുകൾ മാത്രമാണ് ഞാൻ ഭംഗിയുള്ള ആളാണ്, ഞാൻ ഇത്രത്തോളം വേർത്തിയാണ്, ഇത്ര അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ ഉള്ളത്. അതിൽ 54
ശതമാനം ആളുകളും അവരുടെ ഒരു വേസ്റ്റ്, മറ്റുള്ളവർക്ക് ചിലപ്പോ കുറച്ച് ആളുകൾക്ക് അവരെ കുറിച്ച് അറിയില്ല എന്നായിരിക്കാം. എന്നാൽ ഞാൻ വേസ്റ്റ് ആണ് എന്ന് ചിന്തിക്കുന്ന ആളുകൾ 54% ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോ ആ ഒരു പഠനത്തിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നത്, നമ്മൾ സ്വയം ചിന്തിക്കുകയാണെങ്കിലും നമുക്ക് മനസ്സിലാവുന്നത്, ഇപ്പോഴും ഒരുപാട് ആളുകളുണ്ട് സ്വന്തം ആ ഒരു വേർത്ത്നെസ്, നമ്മൾ എത്രത്തോളം മൂല്യമുള്ള ആളുകളാണ് എന്നുള്ളത് തിരിച്ചറിയാത്തവർ. നമ്മൾ തന്നെ സെൽഫിൽ ഒരുപാട് വർക്ക് ചെയ്യുന്ന സമയത്ത്, നമ്മളിപ്പോ ഒരുപാട് ഈ ക്ലാസ്സുകളിലൂടെ തന്നെ, നമ്മുടെ ആഴ്ചകൾ തോറും നടന്നു വരുന്ന ക്ലാസ്സുകളിലൂടെ തന്നെ നിങ്ങൾ അങ്ങനെ ചെയ്യൂ ഇങ്ങനെ ചെയ്യൂ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കാൻ പോലും മടിക്കുന്നവരായിട്ട് ഒരുപാട് പേരുണ്ട് അല്ലെ നമുക്ക്. അവരുടെയൊക്കെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഞാനിത് ചെയ്താൽ ശരിയാവോ? ഓ, ഞാൻ ഇപ്പൊ വരട്ടോ. ഞാൻ ഇത് ചെയ്താൽ ശരിയാകുമോ? ഞാൻ ഇത് ചെയ്യാൻ അർഹൻ അല്ലെ? ഇത് ചെയ്താൽ ഫെയിലിയർ സംഭവിച്ചാൽ ഞാൻ എന്നെ താങ്ങാൻ ആരോ ഉണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ സ്വന്തം കഴിവിൽ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് പോലും എടുക്കാത്തത്. അതുപോലെ നമ്മൾ ഒരുപാട് ലിമിറ്റിംഗ് ബിലീഫ്സും ഒക്കെ ഇതാണ് കാരണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? നമുക്ക് ആദ്യം മനസ്സിലാക്കാം എന്തുകൊണ്ടായിരിക്കാം സെൽഫ് വർത്ത് ഇല്ലാത്തത് എന്ന് മനസ്സിലാക്കാം. അങ്ങോട്ട് അപ്പൊ നമുക്ക് എന്തുകൊണ്ടായിരിക്കാം സെൽഫ് വർത്ത് ഫീലിംഗ് ഇല്ലാതായി പോയത്? നമ്മൾ അത്രയും പവിത്രമായ രീതിയിൽ സൃഷ്ടിച്ചിട്ടും നമുക്ക് എന്തുകൊണ്ട് നമ്മളെ കുറിച്ച് ഒരു വിലയില്ലാതായി പോയത് എന്ന് വെച്ചാൽ, നമ്മളെ ചൈൽഡ്ഹുഡ് കണ്ടീഷനിങ് ആണ്. നമ്മൾ ചൈൽഡ്ഹുഡിൽ തന്നെ നമ്മൾ കേൾക്കുകയാണ് ഇങ്ങനെ വെളുത്തിരിക്കുന്നതാണ് ഭംഗി, അതേപോലെ ഇത്ര അപ്പർ ക്ലാസ് ലെവൽ മണി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക. നമ്മൾ അതേപോലെയുള്ള ഇപ്പൊ വരെ സോറി മോൻ. അപ്പൊ നമ്മള് സെൽഫ് എന്താ പറയാ, നമ്മുടെ കണ്ടീഷനിങ് ആണ്. നമ്മളിപ്പോ ഡോക്ടർ എന്ന് പറയുമ്പോഴേക്ക് ഒരു വാക്ക് പറയുമ്പോ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഒരു പിക്ചർ വരുന്നില്ലേ? അപ്പൊ ആദ്യമൊക്കെ നമ്മള് ഒരു 90s കിഡ്സിനെ ഒക്കെ നോക്കുകയാണെങ്കിൽ, നമ്മൾ ടീച്ചർ എന്ന് പറയുമ്പോഴേക്ക് നമ്മുടെ മൈൻഡിലേക്ക് വരുന്നത് ഒരു സാരിയൊക്കെ ഉടുത്തിട്ടുള്ള ഒരു വടിയൊക്കെ പിടിച്ചിട്ടുള്ള ഒരു പിക്ചറാണ്. അതുപോലെ നമുക്ക് ഓരോ കാര്യങ്ങൾക്കും ഓരോ പിക്ചർ നമ്മുടെ മനസ്സിലേക്ക് വരാറുണ്ട്. അതുപോലെ ബേർത്തി ആയിട്ടുള്ള ആളുകൾ എന്ന് പറയുമ്പോൾ, നല്ല മൂല്യവത്തായ ആളുകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു പിക്ചർ ഉണ്ട്. ആ പിക്ചറുമായിട്ട് നമ്മുടെ റിയൽ ഫേസും തീരെ യോജിപ്പില്ലാത്തതുപോലെ തോന്നാറുണ്ട്. അതാണ് ഒരു കാരണം. പിന്നെ എന്ന് പറഞ്ഞാല് നമ്മൾ ചെറുപ്പം മുതലേ കേട്ടുകൊണ്ടിരിക്കുന്ന കമ്പാരിസൺ. നീ അവനെ പോലെ അല്ല, നീ അതുപോലെ അല്ല. അതേപോലെ നമ്മളെ ഇങ്ങനെ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്ത് നമ്മൾ കേട്ടിട്ടുണ്ടാവും. അത് ഒരു പരിധി വരെ ഇതിന് കാരണമാണ്. ഒരു പരിധി വരെ എന്നല്ല, ശരിക്കും കമ്പാരിസൺ തന്നെയാണ് സെൽഫത്തിന്റെ ഏറ്റവും അടിസ്ഥാന കാരണം. പിന്നെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരു സോഷ്യൽ സ്റ്റാൻഡേർഡ് നമുക്ക് കുറവാണ്. നമ്മളൊരു മീഡിയം ലെവൽ രീതിയിലൊക്കെയാണ് നമ്മുടെ ലൈഫ് പോകുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ആണെങ്കിൽ, നമ്മൾ എപ്പോഴും മറ്റുള്ളവരുമായിട്ട് ഇങ്ങനെ കമ്പയർ ചെയ്യാൻ ശ്രമിക്കും. നമ്മൾ തന്നെ സ്വയം കമ്പയർ ചെയ്യാൻ ശ്രമിക്കും. അവരെ പോലെ ആയിരുന്നെങ്കിൽ, ഞാൻ അവരെ ഇതൊക്കെ എന്റെ കയ്യിൽ അത്രയും പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്തേനെ, ആ ഒരു രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോഴും നമ്മൾ ശരിക്കും നമ്മൾക്ക് ഉള്ളതിനെ അറിയാതിരിക്കുകയും നമ്മുടെ മൂല്യം മനസ്സിലാക്കാതിരിക്കുകയും ചെയ്യാണ്. അങ്ങനെ നമ്മുടെ ആ ഒരു സോഷ്യൽ സ്റ്റാറ്റസ് നമ്മളെ ഈ ഒരു ചിന്ത നമ്മൾ വൃത്തിയല്ല എന്ന് തോന്നുന്നതിന് കാരണമാവാറുണ്ട്. അതുപോലെ നോക്കുകയാണെങ്കിൽ പരിഹാസം. നമ്മൾ കുട്ടി ആയിരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ഫ്രണ്ട്സിന്റെ ഇടയിലാണെങ്കിലും നമ്മുടെ വീട്ടിലാണെങ്കിലും പല പരിഹാസങ്ങളും നമുക്ക് ഏൽക്കേണ്ടി വന്നിട്ടുണ്ടാവാം. അത് നമ്മൾ കൂടുതൽ നമ്മുടെ ഉള്ളിലേക്ക് എടുക്കുന്നതോടുകൂടി നമുക്ക് നമ്മുടെ വില മനസ്സിലാവാത്ത ഒരവസ്ഥയിലേക്ക് നമ്മൾ പോകും. അതുപോലെ നിരന്തരം ഉണ്ടാവുന്ന പരാജയങ്ങൾ. നമുക്ക് ലൈഫാണ്, പരാജയങ്ങൾ വന്നേക്കാം. അപ്പൊ അതൊക്കെ നമ്മൾ ഒരു വലിയ കാര്യമായിട്ട് എടുക്കുന്ന സമയത്ത് അതിങ്ങനെ നമ്മൾ നിരന്തരം വരുന്നത് നമ്മുടെ ആ ഒരു സെൽഫ് വർത്ത്, ഞാൻ ഇതിനൊന്നും അർഹനല്ല, ഞാൻ ഇങ്ങനെയൊന്നും നേടാൻ സാധിക്കുന്ന ഒരാളല്ല, അതുപോലെ അങ്ങനെ വന്നിട്ടും നമ്മുടെ സെൽഫ് വർത്ത് കുറയാൻ സാധ്യമാറുണ്ട്.
പിന്നെ നമുക്ക് ഇഷ്ടങ്ങൾ, ഒരുപാട് ഇഷ്ടങ്ങൾ മനസ്സിൽ കൊണ്ട് നടക്കുകയും ഒന്നും നടക്കാതെ പോവുകയും ചെയ്താലും നമ്മുടെ ആ ഒരു സെൽഫ് വർത്ത് നമ്മളിൽ നിന്നും നഷ്ടപ്പെട്ടു പോവാറുണ്ട്. അതുപോലെ നോക്കുകയാണെങ്കിൽ ട്രോമ, നമ്മളെ വീട്ടിലൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഗ്രാൻഡ് പാരന്റ്സ് നമ്മളെപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നവരായിരിക്കും അല്ലെ. അപ്പൊ ഗ്രാൻഡ് പാരന്റ്സ് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രാൻഡ് പാരന്റ് ഉണ്ട്, നമ്മളെ വീട്ടിൽ ബാക്കി ആരും നമ്മളെ അത്ര നോക്കുന്ന ആളുകളല്ല, അല്ലെങ്കിൽ അങ്ങനെ കെയർ ചെയ്യുന്നില്ല, നമ്മുടെ ആ ഒരു വാല്യൂ ഒന്നും മനസ്സിലാക്കാത്തവരാണെങ്കിൽ പെട്ടെന്ന് അവര് നമ്മളിൽ നിന്നും വിട പറഞ്ഞു പോവുകയാണെങ്കിൽ നമ്മൾ ശരിക്കും ഒറ്റപ്പെട്ടതുപോലെയാവും. അതുപോലെ നമുക്ക് മൂല്യം നൽകുന്ന സറൗണ്ടിങ്സ് അല്ലെങ്കിലും നമ്മൾ വേർത്തി അല്ല എന്നുള്ള ആ ഒരു രീതിയിലേക്ക് നമ്മുടെ ചിന്തകൾ മാറിപ്പോകും. ഇനി ഇത്രയും കാലം ഇങ്ങനെയൊക്കെ ജീവിച്ചു, ഞാൻ വേർത്തി അല്ല എന്നുള്ള രീതിയിൽ ഇങ്ങനെ ചിന്തകൾ നമ്മളില് വേരുറച്ചു പോയി. അപ്പൊ നമുക്ക് അതെങ്ങനെയാണ്, നമ്മൾക്ക് ആ ഒരു പ്രശ്നം ഉണ്ടോ, ഞാൻ വേർത്തി അല്ല എന്നുള്ള ചിന്ത കൊണ്ടാണോ എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? നമ്മൾ പറയാറുണ്ട് നമ്മുടെ ലൈഫിലേക്ക് ഒരുപാട് അബണ്ടൻസ് ആയിട്ടുള്ള നല്ല നല്ല കാര്യങ്ങൾ വരും, അതേപോലെ നമ്മൾ നല്ലത് ചിന്തിക്കുമ്പോൾ നല്ലത് വരും എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ ഈ നല്ലതൊക്കെ വരണമെങ്കിൽ നമ്മുടെ ചിന്തയിൽ പോലും ആ ഒരു നന്മ ഇല്ലെങ്കിൽ നമുക്ക് വരില്ല എന്നാണല്ലോ പറയുന്നത്. ഇപ്പൊ മണി ബ്ലോക്ക് വരെ, ഒരു പൈസ നമ്മളിലേക്ക് എത്തുന്ന ആ ഒരു ബ്ലോക്കിന് വരെ ഈ സെൽഫ് വർത്തിനെസ് കാരണമാകാറുണ്ട്. അപ്പൊ നമുക്ക് തിരിച്ചറിയണല്ലോ നമുക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടോ എന്നുള്ളത്, എന്നാൽ മാത്രമാണല്ലോ നമുക്ക് അതിനെതിരെ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ ഒരാള് എനിക്ക് സെൽഫ് വർത്ത് ഉണ്ടോ ഇല്ലേ എന്ന് തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാല് നമ്മളില് എന്തെല്ലാം ക്യാരക്ടേഴ്സ് ഉണ്ട് നോക്കാം. അതില് സെൽഫ് വർത്ത് ഇല്ലാത്ത ആളുകളിൽ കാണപ്പെടുന്ന ക്യാരക്ടേഴ്സ് ആണ് പറയുന്നത്. പീപ്പിൾ പ്ലീസർ ആയിരിക്കും. പീപ്പിൾ പ്ലീസർ എന്ന് പറഞ്ഞാല് മറ്റുള്ളവരുടെ അംഗീകാരവും അവരുടെ ആ ഒരു സപ്പോർട്ടൊക്കെ ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പലതും ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഈ നല്ല മരുമോൾ പട്ടം നേടാൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പുതിയ മരുമോളൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ജോലികൾ അവര് പറയാതെയും ചെയ്യും, പറയുന്നതും ചെയ്യും, അങ്ങനെ നമ്മൾ ചെയ്യും. പക്ഷെ ഒരിക്കലും പല സമയത്തും നമുക്കത് തിരിച്ച് ആ ഒരു പട്ടം ലഭിക്കാറില്ല എന്നുള്ളതാണ്. അതുപോലെ ചെറിയ കുട്ടികളാണെങ്കിലും പീപ്പിൾ പ്ലീസർ എന്ന് പറയുമ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത്. അവരുടെ മറ്റുള്ളവരെ ശ്രദ്ധ ലഭിക്കാൻ, മറ്റുള്ളവരെ അംഗീകാരം ലഭിക്കാൻ നമ്മൾ പലതും ചെയ്തുകൊണ്ടേയിരിക്കും. അതിൽ യഥാർത്ഥത്തിൽ കാര്യം ഇല്ല എന്നുള്ളതാണ്. നമുക്ക് നമ്മുടെ കാര്യങ്ങൾ പറയാൻ പറ്റണം, നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തു കൊടുക്കണം, പറ്റില്ലെങ്കിൽ ചെയ്യില്ല എന്ന് പറയാൻ നമുക്ക് പറ്റണം. അതുപോലെ നമുക്ക് ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ് നമ്മൾ സ്ട്രഗിൾ ചെയ്യുക, ബൗണ്ടറീസ് സെറ്റ് ചെയ്യാൻ വേണ്ടി സ്ട്രഗിൾ ചെയ്യും. ഈ ഒരു കാര്യത്തിലും ആ പ്ലീസർ ആയിട്ട് ഇരിക്കുന്നതിന്റെ മെയിൻ കാരണം അതാണ്. നമുക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ, ഇന്ന കാര്യങ്ങളൊന്നും എന്നെ കൊണ്ട് സാധിക്കില്ല എന്ന് പറയാൻ നമുക്കൊരു സ്പേസ് ഇല്ലാതായി പോകും. നമ്മൾ അങ്ങനെ അവരെ ശീലിപ്പിച്ച് വെച്ചതാണ്. അപ്പോ നോ പറയേണ്ടിടത്ത് നോ പറയാനോ, ഇന്ന ആളുകൾ ഇന്റെ ഇന്ന സ്പേസിലൊക്കെ ഇടപെടാൻ പാടുള്ളൂ, ഇന്ന കാര്യങ്ങളിലൊക്കെ അവർ ഇടപെടാൻ പാടുള്ളൂ എന്നുള്ള ആ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. നമ്മൾ വേർത്തി അല്ലാത്ത ഒരാളാണെങ്കിൽ ഈ രീതിയിലായിരിക്കും നമ്മുടെ ചിന്താഗതികളോ നമ്മുടെ ജീവിത ശൈലികളോ ഒക്കെ പോകുന്നത്. പിന്നെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഫിയർ ഓഫ് ഫെയിലിയർ ആൻഡ് സക്സസ് എന്നാ പറയുന്നത്. അപ്പൊ ഒരു ആലോചിക്കില്ലേ, ഫെയിലിയറിനെ കുറിച്ച് ഫിയർ ഉണ്ടാവുന്നത് ഓക്കെയാണ്, പക്ഷെ സക്സസിനെ കുറിച്ച് ആർക്കെങ്കിലും ആ ഒരു ഫിയർ ഉണ്ടാവുമോ എന്ന് ചിന്തിക്കില്ലേ? അപ്പൊ വിജയിക്കുന്നതിനും ഇവർക്ക് പേടിയാണ്. വിജയിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഇന്ന ഒരു എക്സാം ക്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ആ ഒരു ജോലി എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതെനിക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ള വല്ലാത്തൊരു പേടി ഉണ്ടാവും. അതുപോലെ തന്നെ ഫെയിലിയറിനെ ഓൾറെഡി അവർ ഭയന്നുകൊണ്ടിരിക്കുകയായിരിക്കും, ഞാൻ ഇത് ചെയ്തു കഴിഞ്ഞാൽ തോൽക്കുമോ, ആ ഒരു പേടി നല്ല പോലെ അവർക്ക് ഉണ്ടാകുന്നുള്ളതാണ്. അപ്പൊ ആ രീതിയിൽ അവര് നല്ല പോലെ സ്ട്രഗിൾ ചെയ്യും. ഫെയിലിയറിനെ കുറിച്ചും അവർക്ക് പേടിയാണ്, സക്സസിനെ കുറിച്ചും അവർക്ക് പേടിയാണ്. മൊത്തത്തിൽ ഒരു പേടിയാണ് എല്ലാ കാര്യത്തിനെ കുറിച്ചും. പിന്നെ അവര് നോക്കുകയാണെങ്കിൽ ഒരാളെ വിമർശനം, ഒരു ചെറിയ വിമർശനം പോലും അവർക്ക് താങ്ങാൻ കഴിയില്ല. മറ്റുള്ളവരുടെ ഭാഗത്ത് നിന്ന് നീ ചെയ്തത് ശരിയായില്ല, നീ പറഞ്ഞത് ശരിയായില്ല, ആ ഒരൊറ്റ വാക്ക് മതിയാവും അവരങ്ങ് തളർന്നു പോകാൻ. അവര് പിന്നെ മൊത്തം ഡൗൺ ആയി. ആ രീതിയിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ആകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വേർത്ത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ടതാണ്. അതുപോലെ സെൽഫ് ഡൗട്ട്, ഞാൻ എന്താണ്, ഞാൻ ആരാണ്, ഞാൻ എങ്ങനെയാണ് എന്നുള്ള ആ ഒരു കാര്യത്തിൽ ഒരു ക്ലാരിറ്റി നമുക്ക് ഉണ്ടാവില്ല. അതും സെൽഫ് വർത്ത് ഇല്ലാത്തതിന്റെ ഒരു തെളിവാണ്. അതുപോലെ നിരന്തരം നമ്മുടെ മനസ്സിൽ വരിക, എനിക്കൊരു സൗന്ദര്യവും ഇല്ല, എനിക്ക് അത് ഇങ്ങനത്തെ ഒരു നല്ലൊരാളല്ല, അതേപോലത്തെ ചിന്തകൾ. ഞാൻ ഫസ്റ്റ് ചോദിച്ച ഒരു ചോദ്യമല്ലേ,
അതുപോലെ എന്നെ ഒന്നിനും പറ്റില്ല, എനിക്കൊരു കഴിവുമില്ല, എനിക്കൊരു സൗന്ദര്യവും ഇല്ല, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ചിന്തയിൽ വരിക. ഈ ഈ കാര്യങ്ങളൊക്കെ അതേപോലെ പ്രശംസയെ പോലും ഇവർക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ഒരാള് അവരെ പ്രശംസിക്കുകയാണ്, യു ആർ വെരി ഗുഡ്, യു ആർ ലുക്കിംഗ് സോ ഹാൻസം എന്നൊക്കെ പറയുകയാണെങ്കിൽ ഇവര് പറയും അത്രയൊന്നുമില്ല ഈ വെറുതെ പറയല്, ആ ഒരു രീതിയിൽ. അതുപോലെ ഒരു പറയലുണ്ടാവും അല്ലെ, നമുക്ക് നമ്മളൊരാള് പൊക്കി പറയുകയാണെങ്കിൽ അത് സ്വീകരിക്കാൻ പോലുള്ള ഒരു മൈൻഡ് ഉണ്ടാവില്ല. നമ്മൾ ആ രീതിയിലേക്ക് വരെ നമ്മൾ നമ്മളെ തന്നെ വെറുത്തല്ല. അപ്പം വേറുള്ളവർ ഇപ്പൊ നീ എത്ര നല്ലത് പറഞ്ഞാലും അതിനെ സ്വീകരിക്കാത്ത ഒരു മൈൻഡിലേക്ക് നമ്മൾ മാറുന്നുള്ളതാണ്. പിന്നെ എപ്പോഴും ഒരു ഉൾവലിയുന്ന സ്വഭാവമായിരിക്കും. ഞാൻ ഇതൊന്നും ചെയ്യാൻ അർഹനല്ല, അല്ലെ ഇത്രയും നന്നായിട്ടൊന്നും എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല എന്നുള്ള ആ ഒരു ചിന്ത കൊണ്ട് തന്നെ നമ്മൾ ഇൻട്രോവേർട്ട് ആയിട്ട് മാറും. നമ്മൾ ജന്മനാ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവും കേട്ടോ. പക്ഷെ അങ്ങനെയല്ല, ഇത് കഴിവുകൾ ഇല്ല എന്ന് ചിന്തിച്ചിട്ട് എനിക്ക് എക്സ്പ്ലോർ ചെയ്യാൻ കഴിയില്ല എന്നുള്ള ആ ഒരു ചിന്തയിൽ നിന്നും ഇൻട്രോവേർട്ട് ആകുന്ന ആളുകളുണ്ട്. അത്തരം ആളുകളായിട്ട് മാറുന്നുള്ളതാണ്. പിന്നെ നോക്കുകയാണെങ്കിൽ മറ്റുള്ളവരുടെ സന്തോഷത്തിൽ ഇവർ വിഷമിക്കും. കാരണം അവർക്ക് പല കാര്യങ്ങളും നേടാൻ ആഗ്രഹമുണ്ട്. പക്ഷെ ഇവരുടെ ഉള്ളിൽ നിന്നും തന്നെ ബാക്കോട്ടുള്ള ഒരു വലിയാണ് ഇവരെ മുന്നോട്ട് നയിക്കാത്തത്. അപ്പൊ അവരെന്ത് ചെയ്യും? അവര് മറ്റുള്ളവർ ഇത് നേടുന്നത് കാണുമ്പോൾ ഇവരുടെ ഉള്ളിൽ ഒരു ചെറിയ വിഷമം ഉണ്ടാവും. അതേപോലെ പെർഫെക്ഷനിസം ഇവര് നോക്കും. എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും വളരെ ഓക്കെ ആയിട്ട് മാത്രം മറ്റുള്ളവരുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് അവരങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതും ഇവർക്ക് ഫെയിലിയറിന് കാരണമാവും. കാരണം ഇവർ വിചാരിച്ച എല്ലാ കാര്യങ്ങളും അപ്പോഴേക്ക് ബാക്കിയുള്ളവർ നേടിപ്പോയിണ്ടാവും. ചെറിയ ചെറിയ ഫെയിലിയർ ഒക്കെ നേരിട്ട് ബാക്കിയുള്ള ആളുകൾ അതങ്ങനെ നേടിപ്പോയിട്ടുണ്ടാവും എന്നുള്ളതാണ്. നമുക്ക് മനസ്സിലായത് എന്താണ്? നമ്മുടെ ഒരു ബേർത്തി അല്ലാത്ത ആളുകള് പല കാരണങ്ങൾ കൊണ്ടും ചെറുപ്പത്തിലേ നമുക്ക് കിട്ടിപ്പോയ പല കാരണങ്ങൾ കൊണ്ടും ബേർത്തി എല്ലാം ചിന്തിക്കുകയും ചെയ്തു. അവരിൽ ഇതേപോലത്തെ എപ്പോഴും ഫെയിലിയർ ആയിട്ടുള്ള ഒരുപാട് സയൻസും നമ്മൾ കാണാൻ തുടങ്ങിയില്ലേ. അപ്പൊ ഇനി നമുക്ക് അവരെ എങ്ങനെ രക്ഷപ്പെടുത്താം, അല്ലെ നമുക്ക് തന്നെ ഇങ്ങനെ ഒരു കാര്യങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും മാർഗങ്ങളും നേടണം അല്ലേ. അപ്പോ നമ്മൾ എങ്ങനെയാണ് ഇതിനെ നേരിടുക, എങ്ങനെയാണ് നമ്മൾ ഇതിനെ മനസ്സിലാക്കി എടുക്കുക, അല്ലെങ്കിൽ ഇതിനെ എങ്ങനെയാണ് ഇല്ലാതാക്കി നമ്മൾ വൃത്തിയാണെന്ന് നമുക്ക് തന്നെ ഓർമ്മപ്പെടുത്തുക എന്നുള്ളതാണ്. നമ്മൾ ശരിക്കും ആലോചിച്ചാൽ നമ്മൾ എത്രത്തോളം വൃത്തിയല്ലേ. നമ്മുടെ കണ്ണ്, മൂക്ക്, അങ്ങനത്തെ നമ്മൾ എത്രത്തോളം വില നൽകേണ്ടി വരും അല്ലേ. ഞാനിപ്പോ പറയാണ് നിങ്ങൾക്ക് ലക്ഷങ്ങൾ തരാം, നിങ്ങളുടെ കണ്ണ് എനിക്ക് തരുമോ? നിങ്ങൾക്ക് തരാൻ പറ്റുമോ? ആലോചിക്കാൻ പോലും പറ്റൂല അല്ലെ. നമുക്ക് എത്ര പൈസ തന്നാലും നമുക്ക് എന്ത് തന്നാലും നമുക്ക് അങ്ങനത്തെ കാര്യങ്ങൾ നമ്മുടേതായ ഒരു ശരീരഭാഗങ്ങൾ പോലും കൊടുക്കാൻ പറ്റില്ല. പിന്നെയാണോ നമ്മുടെ എല്ലാം മൊത്തത്തിൽ നമുക്ക് ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റുമോ? അപ്പൊ ഇത്രയും വാല്യൂ ഉള്ള നമ്മൾ തന്നെ വാല്യൂഡ് ആയിട്ട് കാണുക എന്നുള്ളതാണ്. പറയാൻ എളുപ്പമാണ്. അപ്പൊ കേൾക്കുമ്പോ തന്നെ തോന്നും ഓക്കെ. ആരിഫ ബീവിയ. അപ്പൊ നമ്മുടെ ശാരീരികമായിട്ടുള്ള അവയവങ്ങൾക്ക് പോലും ഭയങ്കര വൃത്തിയായിട്ടുള്ള ഒരാൾക്കാരാണ് നമ്മള്. നമുക്ക് ഓരോ നിമിഷവും നമ്മളിൽ നടക്കുന്ന പ്രോസസ്സുകൾക്ക് നമ്മൾ ക്യാഷ് നൽകുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും അത് കൊടുത്തു തീർക്കാനൊന്നും പറ്റൂല. അപ്പൊ അത്രത്തോളം വാലിഡ് ആയിട്ടുള്ള നമ്മളെ തന്നെ വാലിഡ് അല്ലാന്ന് കാണുകയും, നമ്മൾ ഫസ്റ്റ് പറഞ്ഞ എക്സ്പെരിമെന്റ് തന്നെ ആലോചിച്ചാൽ മതി. നമ്മൾ തന്നെ ആലോചിക്കുമ്പോൾ US ഉള്ള ആളുകൾ അവളെ ഭയങ്കര വൃത്തിയായിട്ട് കണ്ടിട്ടാണ് അവർ ഇത്രയും നേടിയെടുക്കുന്നതെന്ന് ചിന്തിക്കുന്നുണ്ട് അല്ലെ. പക്ഷെ US നടന്ന പഠനത്തിലാണ് 4% ആളുകളെ അവരുടെ ആ ഒരു കാര്യത്തിൽ വിശ്വസിക്കുന്നുള്ളൂ എന്നുള്ളത് തെളിഞ്ഞതും. അപ്പൊ നമ്മുടെയൊക്കെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാല് വളരെ താഴെയായിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് അതിൽ നിന്നും രക്ഷപ്പെടേണ്ടത് അത്യാവശ്യമാണ് അല്ലെ. അപ്പൊ നമുക്ക് എങ്ങനെ അതിനെ മാനേജ് ചെയ്തെടുക്കാം, അതിനെ വൃത്തിയായിട്ട് നമുക്ക് ഫീൽ ചെയ്യിപ്പിച്ചെടുക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എവിടേക്കാണ് എനിക്ക് വൃത്തിയല്ല എന്ന് തോന്നുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയെടുക്കുക. അതിനെക്കുറിച്ച് അവെയർ ആവുക. ഏതൊക്കെ ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോഴാണ്, എന്തൊക്കെ ചെയ്യുമ്പോഴാണ് ഞാൻ വൃത്തിയല്ല എന്ന് തോന്നുന്നത്. അതുപോലെ ബ്യൂട്ടീന്റെ കോൺസെപ്റ്റ്, എന്റെ മനസ്സിലുള്ള ബ്യൂട്ടി കോൺസെപ്റ്റ് ആയിട്ട് എന്താ പ്രശ്നം?
അതുപോലെ നമുക്ക് എന്തൊക്കെ ലിമിറ്റിംഗ് ബിലീഫ്സ് ഉണ്ടോ നമ്മുടെ ബേർത്ത്നെസ്സുമായിട്ട് ബന്ധപ്പെട്ട് അതൊക്കെ നമ്മൾ ആദ്യം തന്നെ അവെയർ ആവുക എന്നുള്ളതാണ്. ഇത് ഐ ആം ഓക്കെ, യു ആർ ഓക്കെ എന്നുള്ള ഒരു സ്റ്റേജിലേക്ക് നമ്മൾ എത്തണം. എപ്പോഴും നമുക്കുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ യു ആർ ഓക്കെ ബട്ട് ഐ ആം നോട്ട് ഓക്കെ, ആ രീതിയിലാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് പകരമായിട്ട് നീ ഓക്കെ ആണെങ്കിൽ ഞാനും ഓക്കെ ആണെന്നുള്ള ആ ഒരു മൈൻഡിലേക്ക് നമ്മൾ വരണം. അപ്പൊ എപ്പോഴും നമ്മുടെ ഉള്ളില് ലിമിറ്റിംഗ് ആയിട്ട് ബിലീഫ്സ് സെറ്റ് ചെയ്ത് വെച്ചത് ഇതാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള മോഡൽ, ഭംഗിക്ക് ഇതാണ്, പഠനത്തിന് ഇതാണ്, അങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ ഉള്ളിൽ നമ്മൾ സൃഷ്ടിച്ചു വെച്ച ആ ഒരു ലിമിറ്റിംഗ് ബിലീഫായിട്ട് കണ്ടീഷനിങ് ആയിട്ട് നമ്മൾ ചിന്തിച്ചു വെച്ചിട്ടുള്ള ആ ഒരു ഫേസിനെ നമ്മൾ പൊട്ടിച്ച് കളയുക തന്നെ വേണം. എന്നിട്ട് നമ്മളിലുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ വൃത്തിയായിട്ട് ചിന്തിക്കുക, നമുക്ക് ഇഷ്ടമാണെന്ന് ചിന്തിക്കുക, അതിനെ നമ്മൾ ഇഷ്ടാക്കി എടുക്കുക. ഇതൊക്കെ ചിന്തിക്കുക എന്ന് പറയുമ്പോൾ ഒരൊറ്റ ദിവസം കൊണ്ട് സാധിക്കുന്നതല്ല, ചെറുതായി 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 മാറ്റിയെടുക്കേണ്ട കാര്യങ്ങളാണ്. അതേപോലെ നമ്മൾ ചൈൽഡ്ഹുഡിലേക്കും ഒക്കെ ഭയങ്കരമായിട്ട് ആലോചിച്ചെടുക്കുക, എവിടെ നിന്നാണ് എൻ്റെ ഈ ബേർത്തിനെസിന്റെ ഫീലിംഗ് നഷ്ടപ്പെട്ടു പോയത്. നമുക്ക് ചെറുതിലെ ആരെങ്കിലും നീ കറുത്തിട്ടാണ് അങ്ങനെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞ ആ ഒരു ഭയങ്കരമായിട്ട് നമ്മുടെ ഉള്ളിലുണ്ടാവും. നമ്മുടെ ആ ഓഡിയോ വരെ നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അങ്ങനത്തെ ആളുകളെ ആ ഒരു സിറ്റുവേഷനൊക്കെ കണ്ടെത്തുക, എന്നിട്ട് ഫോർഗീവ് ചെയ്യുക. ഈ ഫോർഗീവ് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു ടോപ്പിക്കാണ്. അപ്പൊ എന്നാലും നമ്മൾ എന്ത് ചെയ്യാം, മാക്സിമം നമുക്ക് കഴിയുന്ന പോലെ അവർക്ക് ഫോർഗീവ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത്രയും കാലം നമുക്ക് നമ്മൾ തന്നെ ഒരു വിലയും കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ നമുക്ക് തന്നെ ഫോർഗീവ് ചെയ്ത് കൊടുക്കുക, സെൽഫ് ഫോർഗീവ്നെസ് ചെയ്യുക. നമ്മള് നമ്മളെ തന്നെ അറിയാം, നമ്മള് ഫോർഗീവ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ റിലീസിങ് ഷെയിം എന്ന് പറയും. റിലീസിങ് ഷെയിം എന്ന് പറഞ്ഞാല് നമുക്ക് മടിയാണ് അല്ലെ, നമുക്കൊരു നാണക്കേട് തോന്നിയിട്ട് പല കാര്യങ്ങളും നമ്മൾ ചെയ്യാതെ നിൽക്കും. അപ്പൊ ആ ഒരു ഷെയിമിനെ നമ്മൾ റിലീസ് ചെയ്യാം. ആ ഷെയിമിനെ റിലീസ് ചെയ്യാൻ പറയുമ്പോൾ ധൈര്യത്തെ നമ്മൾ ഫിയറിനെ റിലീസ് ചെയ്യാന്ന് പറയും പോലെ തന്നെയാണ് ഇത്. ഫിയറിനെ റിലീസ് ചെയ്യുന്നത് എപ്പോഴും എങ്ങനെയാണ്, നമ്മള് ധൈര്യം എന്ന് പറഞ്ഞാൽ ഒട്ടും ഫിയർ ഇല്ലാത്ത ഒരു അവസ്ഥയെന്നല്ല നമ്മളെ ധൈര്യം എന്ന് പറയുന്നത്. ഒരു കാര്യത്തിൽ ഫിയർ ഉണ്ടെങ്കിലും നമ്മൾ അതിലേക്ക് ഇറങ്ങി തിരിക്കുന്നതിനാണ് ധൈര്യം എന്ന് പറയുന്നത്. അപ്പോ ചെറിയ ചെറിയ രീതിയിൽ നമ്മൾക്ക് ആദ്യം തന്നെ സീറോ ആയിട്ട് ധൈര്യമുള്ള ഒരു കാര്യമാണെന്ന് വിചാരിച്ചു, ആ ഒരു കാര്യത്തിൽ ഒരു ധൈര്യവും ഇല്ല, പക്ഷെ എന്നാലും കുറച്ച് കുറച്ചായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. അപ്പൊ അതിലിങ്ങനെ നമ്മൾ കോൺഫിഡൻസ് കൂടി 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 വന്നാണ് ധൈര്യം എന്ന് പറയുന്ന ആ ഒരു നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന ഒരു ധൈര്യം ഉണ്ടല്ലോ അതിലേക്ക് എത്തുക. അപ്പൊ യഥാർത്ഥത്തിൽ ധൈര്യം എന്ന് പറഞ്ഞാൽ ഫിയർ ഇല്ലാത്ത ഒരു ഒട്ടും ഫിയർ ഇല്ലാത്ത ഒരു അവസ്ഥയല്ല, ഫിയർ ഉണ്ടായിട്ടും നമ്മൾ അതിലേക്ക് ഇറങ്ങി വരിക എന്നുള്ളത്. അതുപോലെ തന്നെ ഷെയിം എന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ്. ഒട്ടും ഷെയിം ഇല്ലാത്ത ഒരു അവസ്ഥയെന്ന് ചിലപ്പോൾ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റിയില്ല എന്ന് വരാം. പക്ഷെ എന്ത് ചെയ്യാം, ഷെയിമിനെ നമ്മളിങ്ങനെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുക, ഫേസ് ചെയ്ത് ഷെയിം ഉണ്ടാവുന്ന അവസരങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുക, വീണ്ടും വീണ്ടും അതിലേക്ക് എത്തിപ്പെടുക, എന്നിട്ട് ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വന്നിട്ട് കോൺഫിഡൻസ് ലെവൽ കൂട്ടിയെടുക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളിപ്പോഴും കമ്പാരിസണിൽ നിന്നാണ് ഈ ഒരു പ്രശ്നം ആദ്യമായിട്ട് ഉടലെടുക്കുന്നതെന്ന് പറഞ്ഞല്ലോ അല്ലെ. അപ്പൊ നമ്മൾ കമ്പയർ ചെയ്യരുത് എന്ന് പറയുമ്പോൾ അത് പലപ്പോഴും നമുക്ക് സാധിക്കില്ല. നമ്മൾ ചിലപ്പോഴൊക്കെ ആ ഒരു കമ്പാരിസണിലേക്ക് വരും. പക്ഷെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ലാസ്റ്റ് എൻഡ് റിസൾട്ട് എങ്ങനെ ആയിരിക്കണം എന്നറിയോ, നമ്മൾ യുണീക്ക് ആണ് എന്നുള്ള ആ ഒരു രീതിയിലേക്കായിരിക്കും എത്തേണ്ടി. അല്ലാതെ കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ അവനെ പോലെ അല്ല, അവന്റെ ആ ഒരു ക്വാളിറ്റി ഒന്നും എന്റെ കയ്യിലില്ല എന്ന് പറയുമ്പോഴും എന്റെ എന്താ ക്വാളിറ്റി ഉള്ളത് നോക്കി കണ്ടുപിടിക്കുന്നത് നമുക്ക് നല്ലതല്ലേ. അതുപോലെ നമ്മൾ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുക, നമ്മൾ കമ്പയർ ചെയ്യാതിരിക്കുക. അതുപോലെ ഇനി അഥവാ നമ്മൾ കമ്പയർ ചെയ്താലും നമ്മൾ എന്റെ റിസൾട്ടിൽ എത്തേണ്ടത് നമ്മൾ യുണീക്ക് ആണ് എന്നുള്ള ആ ഒരു രീതിയിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കണം. നമ്മൾ അവരെ പോലെ ഒന്നല്ല, നമ്മൾ വേറൊരു ഇൻഡിവിജ്വൽ ആണ്. നമ്മൾ എപ്പോഴും പറയാറുണ്ടല്ലേ ഫിംഗർ പ്രിന്റ് ഡിഫറെന്റ് ആണെന്ന്. അത് എല്ലാ കാര്യത്തിലും ഡിഫറെന്റ് ആണെന്നുള്ളതാണ്. പക്ഷെ നമ്മളത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. എപ്പോഴും നമുക്ക് മറ്റുള്ളവരെ പോലെ ആയാൽ മാത്രമേ നമുക്ക് ഒരു സക്സസ് ഫീല് വരുന്നുള്ളൂ എന്നുള്ളതാണ്. അതിന് നമ്മൾ ഈ യുണീക്ക്നെസ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു ലോങ് പ്രോസസ് ആണ്. നമ്മൾ ഒരുപാട് തവണ നമ്മളെ ഓരോ കാര്യങ്ങളെയും നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് മാത്രമാണ് നമ്മൾ നമ്മളെ തന്നെ വിശ്വസിക്കുക, നമ്മളെ യുണീക്ക്നെസ്സിൽ തന്നെ നമ്മൾ വിശ്വസിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെ ഒരു ലോങ് പ്രോസസ് ആണ്. നമ്മൾ പറയുമ്പോഴേക്ക് ഇന്ന് തന്നെ എനിക്ക് അത് സാധ്യമാകും അങ്ങനെയല്ല കേട്ടോ. പിന്നെ നമ്മള് നമ്മുടെ കഴിവുകൾ കണ്ടെത്തുക. ഈ എന്തായാലും ഓരോ പ്രശ്നങ്ങളും ഉണ്ടാവുമ്പോൾ നമ്മൾ ഇങ്ങനെ നമ്മുടെ വില കുറച്ച് കാണുന്നത് നമുക്ക് കുറെ കഴിവില്ല എന്നുള്ളതാണല്ലോ. എന്തെങ്കിലുമൊക്കെ കഴിവ് നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ടോ അല്ലെങ്കിൽ അവർക്കുള്ളത് തന്നെ നമുക്ക് ഉണ്ടാവാം. അപ്പൊ അത് ലിസ്റ്റ് ചെയ്യുക, അത് എഴുതി വെക്കുക, അത് ഡെയിലി കാണുക, എന്നിട്ട് അഫർമേഷൻ ആയിട്ട് നമ്മൾ നമ്മളോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. അതേപോലെ എംബ്രേസ് ഇംപെർഫെക്ഷൻ എന്ന് പറയുന്നുണ്ട്. ഇംപെർഫെക്ഷൻ ആയിട്ട് ഇരിക്കുക എന്നുള്ളതിന് നമ്മൾ എന്ത് ചെയ്യുക, എംബ്രേസ് ചെയ്യുക, നമ്മൾ അതിനെ ആഘോഷിക്കുക.
ഈ പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കുന്ന അവസരത്തെ മാത്രമല്ല, നന്നായിട്ട് ചെയ്യുന്ന അവസരത്തെ മാത്രമല്ല, ഇംപെർഫെക്റ്റ് ആയിട്ടാണെങ്കിൽ പോലും നമ്മളൊരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്താൽ തന്നെ നമ്മളിങ്ങനെ നല്ലപോലെ എന്താ പറയാ, നമ്മൾ ആഘോഷിക്കുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങോട്ട് പോട്. ഇപ്പൊ നമ്മൾ ഇംപെർഫെക്ഷൻസിനെ നമ്മൾ എംബ്രേസ് ചെയ്യുക, നമ്മൾ അതിൽ സന്തോഷം കണ്ടെത്തുക. അതൊക്കെ പോലെ എല്ലാവർക്കും വീക്കായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് നമുക്ക് മാത്രമല്ല എല്ലാവർക്കും വീക്ക്നെസ് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മളിപ്പോ ഒരു വീഡിയോയിലോ ഒക്കെ നമ്മൾ ഒരാളെ കാണുമ്പോൾ അവരുടെ ആ ഒരു നല്ല സൈഡ് മാത്രമായിരിക്കും നമുക്ക് കാണിച്ചു തരുന്നത്. അവര് ചിലപ്പോ അതിന്റെ മുമ്പ് ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ള ആളുകളായിരിക്കും. അവരതിനെയൊക്കെ ഓവർകം ചെയ്തിട്ടാണ് ഈ ഒരു സ്റ്റേജിൽ എത്തിയിട്ടുള്ളത്. ഒരുപാട് നേട്ടങ്ങൾ നേടുന്ന ആളുകൾ, അവാർഡുകൾ നേടുന്ന ആളുകളൊക്കെ അവരുടെ വീക്ക്നെസ്സിനെ അവർ അംഗീകരിച്ച സമയത്താണ്. നമ്മൾ നോക്കാറുണ്ട് അല്ലെ, നമ്മളെക്കാളും കഴിവ് എന്തെങ്കിലും ഒരു ഡിസബിലിറ്റീസ് ഒക്കെ ഉള്ള ആളുകള്, ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകള് നമ്മളെക്കാളും പല കാര്യങ്ങളും നേടിയെടുക്കുന്നത് കാണാറുണ്ട് അല്ലെ. അത് ശരിക്കും എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഒന്ന്, അവരെന്ത് ചെറിയ കാര്യങ്ങൾ ചെയ്താലും ചുറ്റുമുള്ള ആളുകൾ അവരെ അപ്രിസിയേറ്റ് ചെയ്യും, അവരുടെ കഴിവിനെ ഇങ്ങനെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ടിരിക്കും. രണ്ടാമത്, അവർക്കൊരു ലിമിറ്റിംഗ് ഉണ്ട്, ഒരു വീക്ക്നെസ് ഉണ്ട് എന്നുള്ളത് അവർ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ്. പക്ഷെ നമുക്ക് അതിന് കഴിയുന്നില്ല. ഞാൻ പെർഫെക്റ്റ് ആണ് എന്നുള്ള ഒരു ചിന്തയിലെ പെർഫെക്റ്റ് ആയിരിക്കണം എന്നുള്ള ആ ഒരു ചിന്ത നമ്മളെ വല്ലാണ്ട് ബുദ്ധിമുട്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടും കൂടിയാണ് നമുക്ക് മുന്നോട്ട് ഇറങ്ങാനുള്ള ഒരു ബുദ്ധിമുട്ട് വരുന്നത്. അപ്പോൾ എല്ലാവർക്കും വീക്ക്നെസ് ഉണ്ട്, നമുക്കും കുറെ വീക്ക്നെസ് ഉണ്ട് എന്ന് നമ്മൾ തന്നെ വിശ്വസിക്കുക. അത് ഓക്കെ ആണ്. ഐ ആം ഓക്കെ, ഐ ആം ഓക്കെ വിത്ത് ഇംപെർഫെക്ഷൻസ് എന്നുള്ള ആ ഒരു ചിന്ത നമ്മളിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അതേപോലെ ഒരാളിപ്പോ പറയാം, ഇനിയിപ്പോ ഇതൊക്കെ നമ്മൾ സെറ്റാക്കി നമ്മളൊരു കാര്യത്തിലേക്ക് ഇറങ്ങാൻ പോവാന്ന് വിചാരിച്ചോ, അപ്പോഴേക്കുണ്ടാവും ചുറ്റുപാടത്തുനിന്ന് നീ ഇതൊന്നും ചെയ്താൽ ശരിയാവില്ല എന്നൊരു പറയും. അടുത്ത നിമിഷം നമ്മൾ അവരോട് പറയണം, ഞാനൊന്ന് ചെയ്തു നോക്കട്ടെ, അതിനൊരു അവസരം തരും എന്നുള്ള ആ ഒരു രീതിയിൽ നമുക്ക് സംസാരിക്കാൻ പറ്റണം. അല്ലാതെ അപ്പോഴേക്ക് ഡൗൺ ആയി സൈഡായി പോയി ഇരുന്ന് കഴിഞ്ഞാല് നമുക്ക് നമ്മളെയും കണ്ടെത്താൻ പറ്റൂല, അവർക്കും നമ്മളെ കണ്ടെത്താൻ പറ്റൂല. നമുക്ക് കാണിച്ചു കൊടുക്കണം നമ്മളെ എങ്ങനെയാണെന്നുള്ളത്. ഈ കാണിച്ചു കൊടുക്കാന്ന് പറയുമ്പോഴേക്ക് ആ ഒരു റെബല്യസ് ചിന്ത അല്ല കേട്ടോ. നമ്മള് എല്ലാവർക്കും കാണിച്ചു കൊടുക്കാൻ പറ്റണം, നമുക്ക് അത്രേ ഉള്ളൂ. നമ്മൾ നമ്മളെ തന്നെ കാണണം, അതേപോലെ മറ്റുള്ളവരും നമ്മളെ കാണണം. അതേപോലെ നമ്മൾ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയെടുക്കേണ്ടത് നമ്മളെ ഈ ഉയർച്ചകളിൽ സന്തോഷിക്കുന്ന ആളുകളുമായിട്ട്, അത്തരം കമ്മ്യൂണിറ്റി ആയിട്ടൊക്കെ നമ്മൾ കൂടുതൽ അടുപ്പം ഉണ്ടാക്കിയെടുക്കുക. നമ്മൾ എറ്റണോഫ്ലോന്റെ ഈ ഒരു രീതിയിലൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഡിസ്കഷൻ ഗ്രൂപ്പ് ഒക്കെ ഒന്നും കൂടി ബാക്കിയുള്ളവരെ ഉയർത്താൻ വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുക. നമുക്ക് അതേപോലെയുള്ള കാര്യങ്ങളിലൊക്കെ അവരുടെ കഴിവുകൾ, അതേപോലെ ഒരുപാട് ആളുകൾ അങ്ങനത്തെ ടീം ഉൾപ്പെടുന്ന ഒരു ഗ്രൂപ്പാണല്ലോ നമുക്ക്. അപ്പൊ നമുക്ക് ആ ഒരു ഗ്രൂപ്പിനെയൊക്കെ നമുക്ക് ആ ഒരു കാര്യങ്ങളിലേക്കൊക്കെ ഉപയോഗപ്പെടുത്താന്നുള്ളതാണ്. അതേപോലെ നമ്മൾ സെറ്റിംഗ് ബൗണ്ടറീസ്, നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ പീപ്പിൾ പ്ലീസർ ആയിട്ട് ബൗണ്ടറി സെറ്റ് ചെയ്യാതെ നിൽക്കലുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് അവരെ ഒരു ബൗണ്ടറി ഒക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കണം എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ്. പിന്നെ ഒരു റിജക്ഷൻ നമുക്ക് ആദ്യം വന്നിട്ടുണ്ടെങ്കിൽ, നമ്മളെ ഒരു ലവ് ഫെയിലിയർ ഒക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിലൊക്കെ നമ്മൾ വേർത്തിയല്ലാന്ന് തോന്നും. അപ്പൊ ഒക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടി, ഒരു ഫ്രണ്ട് നമ്മളോട് തെറ്റിപ്പോയാലൊക്കെ നമുക്ക് ഈ ഒരു വൃത്തിയല്ല എന്നുള്ള ഒരു ഫീല് വരും. ഇപ്പോഴൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവർക്ക് നമ്മളെ അഡ്ജസ്റ്റ് ചെയ്യാൻ, അല്ലെ നമ്മൾ എന്താണെന്ന് അംഗീകരിക്കാൻ അവർക്ക് സാധിക്കാത്തത് കൊണ്ടാണ്, അല്ലാതെ നമ്മൾ വൃത്തിയല്ലാത്തത് കൊണ്ടല്ല. അങ്ങനെ ആ ഒരു ഫീലിംഗ് നമ്മൾക്ക് എപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോ നമുക്ക് ഏകദേശം സമയമായിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ചോദിക്കാം. ഇപ്പൊ 1 മിനിറ്റ് ഒക്കെ ചോദിക്കാൻ സാധിക്കുന്ന ക്വസ്റ്റ്യനുകളൊക്കെ ആണെങ്കിൽ ഇപ്പൊ ചോദിക്കാം. എന്തായാലും നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വൃത്തി ആയിരിക്കുക എന്നുള്ളത്, നമ്മൾ എത്രത്തോളം മൂല്യമുള്ളവരാണെന്ന് നമ്മൾ തിരിച്ചറിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിന് നമ്മൾ ശ്രമിക്കുക. വൃത്തിയല്ലാത്ത ഫീലിംഗ് എപ്പോഴും ഉണ്ടാവുന്നു അതിന് പെട്ടെന്ന് അവെയർ ആവുക, അതിനെ നമ്മൾ തിരിച്ച് നല്ലൊരു സെൽഫ് അഫർമേഷൻ കൊടുക്കുക, നല്ല രീതിയിൽ മുന്നോട്ട് പോവുക എന്നുള്ളത്. ഓക്കെ ആണോ? എല്ലാരും ക്ലാസ്സിലുണ്ടോ?
അൽഹംദുലില്ലാ, അടിപൊളി. മാഷാ അല്ലാ. താങ്ക് യു. സംസാരിച്ചായിരുന്നു. ഞാൻ സൗദ. ലാസ്റ്റ് കുറച്ച് ഭാഗങ്ങളെ സൗദ. കേൾക്കാൻ പറ്റുള്ളൂ കേട്ടോ. എന്നാലും മാഷാ അല്ലാ ക്ലിയർ നമ്മള് നന്നായിട്ട് ക്ലിയർ റെക്കോർഡിംഗ് ആയി. ഗ്രൂപ്പിലിടും കേട്ടോ. അൽഹംദുലില്ലാ. റെക്കോർഡിംഗ് ഗ്രൂപ്പിലിടും. ഇൻഷാ അല്ലാ. കഴിഞ്ഞ ആഴ്ച റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല, നിങ്ങൾ പുറത്തായത് കാരണം. എന്തായാലും ഇന്നത്തെ നമുക്ക് ഗ്രൂപ്പിൽ ഇടാം. ഇനി എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പറയാം. ഇല്ലെങ്കിൽ ശോഭന മാം ഉണ്ടോ ഫ്ലോറിൽ? വൈൻഡപ്പ് ചെയ്യാല്ലേ? ഇന്ന് വലിയ കുട്ടികൾ ഇവിടെ ഇല്ല, അതാണ് മോനെ എന്നെ ഇടയ്ക്കിടയ്ക്ക് ബുദ്ധിമുട്ടാക്കി. വൈൻഡപ്പ് ചെയ്യാല്ലേ? ഓക്കെ, അപ്പൊ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിക്കുകയാണ്. താങ്ക് യു.